ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും എങ്ങും എത്തിയില്ല. ഇരുട്ടായതോടെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. രക്ഷാദൗത്യത്തിനായി നേവിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാവികസേന സംഘം സ്ഥലപരിശോധന ഇപ്പോൾ നടത്തുകയാണ്. സ്ഥലപരിശോധനയ്ക്ക് ശേഷമാകും നാളത്തെ ദൗത്യം ഏത് വിധത്തിലെന്ന് തീരുമാനിക്കുക. മന്ത്രിമാരായ എം.പി. രാജേഷും പി. രാജീവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, നേവി എത്തുകയാണ്. നേവി ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ മനസ്സിലാക്കുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ നിന്നും മാറി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ ആയിരിക്കുമല്ലോ രക്ഷാദൗത്യത്തിലേക്ക് കടക്കുക. ഇപ്പോൾ മന്ത്രിമാരായ പി. രാജീവും എം.പി. രാജേഷും കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? പ്രജീഷ്, അല്പസമയം മുൻപാണ് നാവികസേനയിലെ സംഘാംഗം ഇവിടെ എത്തി പ്രാഥമികമായി ഈ അപകടം നടന്ന സ്ഥലം പരിശോധിച്ചത്. അതിനുശേഷം വീണ്ടും ഒരു ചർച്ചയിലേക്ക് കടന്നു. അപ്പോഴാണ് മന്ത്രിമാരായ പി. രാജീവ്, എം.പി. രാജേഷ്, കെ. കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആ ചർച്ചയുടെ ഭാഗമായത്. പിന്നീടാണ് തീരുമാനം പറഞ്ഞത്. അതായത് നാളെ രാവിലെ 6:30 മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിനോടൊപ്പം നാവികസേനയും ഈ തിരച്ചിലിനുണ്ടാകുമെന്ന് മേയർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നാളെ രാവിലെ 6:30 തന്നെ തിരച്ചിൽ തുടരും. തിരച്ചിൽ തുടരുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തിയായിരിക്കും ഇനി മുതൽ തിരച്ചിൽ നടത്തുക എന്നുകൂടി മേയർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ന് ഒരു നിരീക്ഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് പവർ ഹൗസിന്റെ ഭാഗത്ത് അതായത് തോട് പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്ത് ഒരു നിരീക്ഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതായത് കുടുങ്ങി കിടക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ പോകുന്നുണ്ടോ, ഒഴുക്കിന്റെ രീതികളൊക്കെ നിർണ്ണയിക്കാനും അതിനെപ്പറ്റി നിരീക്ഷിക്കാനും ഒക്കെ ഒരു നിരീക്ഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 6:30 വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. സ്കൂബ ഡൈവിംഗ് ടീമിനോടൊപ്പം നാളെ മുതൽ നാവികസേനയും ഉണ്ടാകും. പ്രജീഷ്, ഇപ്പോഴത്തെ സ്ഥിതി ഇതാണല്ലോ. കാരണം കൂടുതലായി ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരികയാണ്. കാരണം മന്ത്രിമാർ കൂടി ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടുത്തെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല റെയിൽവേയുടെ ഭാഗത്തു നിന്നും ആദ്യ പ്രതികരണങ്ങൾ ഇന്ന് വൈകിട്ട് വരികയാണ്. ഇതിപ്പോൾ രാഷ്ട്രീയ പോര്, പരസ്പരം പഴിചാരിയുള്ള പോര്, അതൊക്കെ ഏത് നിലയിൽ ഒരു വശത്ത് പരിണമിക്കും? തീർച്ചയായും പ്രജീഷ്, അതായത് എം.പി. രാജേഷ് കടന്നു വന്നപ്പോൾ തന്നെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ നഗരസഭ നമ്മോട് തൊട്ടു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നഗരസഭ ഈ റെയിൽവേക്ക് നൽകിയ കത്തുകൾ അത് പുറത്തു വന്നിട്ടുള്ളതാണ്. എന്തിനാണ് റെയിൽവേ നഗരസഭയുടെ മേളിൽ ഈ മാലിന്യ പ്രശ്നത്തിൽ പഴിചാരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് എം.പി. രാജേഷ് ചോദിച്ചത്. അത്തരത്തിൽ റെയിൽവേക്കെതിരെയാണ് ഇദ്ദേഹം അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞത്. അത്തരത്തിൽ റെയിൽവേക്ക് ഈ നഗരസഭ നിരന്തരമായി നോട്ടീസ് നൽകിയിട്ടും നിലപാടെടുക്കാത്ത സാഹചര്യത്തിൽ റെയിൽവേക്കെതിരെ നോട്ടീസ് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു മേയർക്ക് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാലിന്യ പ്രശ്നത്തിൽ മേയർ ആവർത്തിച്ച അതേ കാര്യം തന്നെയാണ് എം.പി. രാജേഷും നമ്മോട് പങ്കുവെച്ചത്. അത്തരത്തിൽ റെയിൽവേയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വന്നത് അത് DRMന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് തർക്കങ്ങൾക്കോ പഴിചാരലിനുള്ള ഒരു ഘട്ടമല്ല, മറിച്ച് കാണാതായ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ദൗത്യത്തിലാണ് നമ്മൾ എത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും സംയുക്തമായൊരു പ്രോജക്റ്റ് കൂടി ഇത് ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഈ നഗരസഭയും റെയിൽവേയും ശ്രമിക്കുമെന്നാണ് പറഞ്ഞു വെച്ചത്. എന്തായാലും മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതോടുകൂടി വരും ദിവസങ്ങളിൽ ഈ മാലിന്യ വിഷയത്തിൽ ഈ പോര് റെയിൽവേയും നഗരസഭയും തമ്മിലുള്ള പോര് മൂർച്ഛിക്കാനാണ് സാധ്യത. പ്രതീക്ഷ. രാഹുൽ, ഇന്നിപ്പോൾ ഈ രക്ഷാദൗത്യം രണ്ടാം ദിവസമാണ്, അറിയാമല്ലോ. കാരണം ഇത്രയും മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പോൾ ഇനിയുള്ള നാളെ നേവി കൂടി എത്തുമ്പോൾ നേവിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം NDRF സംഘം, സംസ്ഥാനത്തെ ഫയർഫോഴ്സ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂബ ടീം അടക്കമുള്ളവർ മുങ്ങിത്തപ്പി മാലിന്യങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ നേവിക്ക് അവിടേക്ക് എത്തുമ്പോൾ നേവിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ദൗത്യം എന്താണ്? നിലവിൽ നാവികസേനയുടെ 7-അംഗ സംഘം എത്തിയതിൽ വളരെ ദുർഘടമായ സങ്കീർണമായ ദൗത്യങ്ങൾ ഇടപെട്ട ആളുകളാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപവും 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപവുമുള്ള ടണലുകളിൽ മാൻഹോളുകളിലൊക്കെ ഒരു 30 മീറ്റർ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നിലവിൽ ആദ്യം നമ്മോട് മേയർ പറഞ്ഞ് തടയിണ കെട്ടി ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുന്ന രീതിയാണ് ആദ്യം
അവർ പിന്തുടരാൻ ശ്രമിക്കുക നാളെ രാവിലെ. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമുക്ക് പറയാൻ കഴിയുന്നത് അവർക്ക് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കാൻ നാവികസേനയുടെ ആ വൈദഗ്ധ്യം അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ അത് സഹായകമാകുമെന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. കാരണം 5ാം പ്ലാറ്റ്ഫോമിന്റെ യാർഡ് മുതൽ ഇങ്ങി പവർ ഹൗസ്, ഈ കാണുന്ന പവർ ഹൗസ് വരെയുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ, ഒഴുക്കിന്റെ നീരൊഴുക്കും കാര്യങ്ങളും നോക്കി നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് 1ാം പ്ലാറ്റ്ഫോം മുതൽ 5ാം പ്ലാറ്റ്ഫോം വരെയുള്ള ആ ടണലും മാൻഹോൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പൂർണ്ണമായി സ്കൂബ ഡൈവിംഗ് ടീമിന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രദേശങ്ങളെ മാലിന്യം നീക്കം ചെയ്ത് നാവികസേനയുടെ കൂടി സഹായത്തോടു കൂടി അവിടെ കൂടി പരിശോധന നടത്തി ഈ നിലവിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമമായിരിക്കും നാളെ നടത്തുക. എന്തായാലും പൂർണ്ണമായൊരു പരിശോധനയ്ക്കായിരിക്കും ശ്രമിക്കുക. പ്രതീക്ഷ. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.